ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ 3 കണ്ടീഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസും സർക്കിളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആണ്. 4 വെർട്ടിസസും ഒരു സർക്കിളിനകത്താണെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ വിളിക്കുന്ന പേര് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സെക്കൻഡ് കണ്ടീഷൻ, ഈ 4th വെർട്ടിസ് സർക്കിളിന് വെളിയിൽ, 3rd 4th വെർട്ടിസ് സർക്കിളിനുള്ളിൽ, ഈ 2 കണ്ടീഷനും നമ്മൾ പഠിക്കണം. ഇവിടുത്തെ കണ്ടീഷൻ ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണ്. അപ്പോൾ ഇവിടെ 180 ആയിട്ടുള്ള റിലേഷൻ എന്താ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ 2 എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ 2 എന്ന് പറയുന്നത് 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്നതാണല്ലോ. സർക്കിളിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ 2 എന്ന് പറയുന്ന ആംഗിള് ഔട്ട് സൈഡ് ആംഗിളാണ്. 2 എന്ന് പറയുന്നത് 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ്. 2 എന്ന് പറയുന്നത് 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടറിയാം ബിയും ഇയും കൂടെ കൂട്ടുമ്പോൾ 180. ഓക്കെ, ഫിഗറിൽ നിന്നറിയാം. 2 എന്ന് പറയുന്നത് 3 and 4 ആഡിങ് 3 and 4 ആണ് 2. അപ്പോൾ 2 എന്ന് പറയുന്നത് 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ 3 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് 2നേക്കാൾ കുറവായിരിക്കുമല്ലോ. 3 ലെസ് ദാൻ 2 ആയിരിക്കും. എന്ന് വെച്ചാൽ D ലെസ് ദാൻ E. ബിയുടെ കൂടെ E കൂട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ ചെറുത് കൂട്ടുമ്പം അത് ലെസ് ദാൻ 180 ആയിരിക്കും. അപ്പോൾ B + D ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ 3rd കണ്ടീഷൻ, ഇവിടെയും 1ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 180 ആണ്. എന്ന് വെച്ചാൽ B + E ആണ് 180. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്ന തന്നെയാണല്ലോ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 അല്ലേ. 2 ഇവർ 2ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് 2. അപ്പോൾ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ D ആ വലുത്, D ഗ്രേറ്റർ ദാൻ E. അപ്പം ബിയുടെ കൂടെ 3 കൂട്ടുമ്പം 180 ആണ്. അപ്പോൾ അതിനേക്കാൾ വലുതൊരെണ്ണം കൂട്ടുമ്പം അത് 180യേക്കാൾ വലുതായിരിക്കും. B + D ഗ്രേറ്റർ ദാൻ 180. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കിളിനാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ 180, സർക്കിളിന് വെളിയിലാകുമ്പം ലെസ് ദാൻ, അകത്താകുമ്പം ഗ്രേറ്റർ ദാൻ. ഇതൊരു ഓപ്പോസിറ്റ് പ്രക്രിയയാണ്. നമ്മൾ സാധാരണ ഒരു സാധനം വെളിയിൽ പോകുന്ന വലുതാകുമ്പോഴാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അത് വെളിയിൽ പോകുന്നത് ഗ്ലാസ് നിറഞ്ഞു കഴിയുമ്പോഴാണ്, കൂടുമ്പോഴാണ് വെളിയിൽ പോകുന്നത്. നേരെ ഓപ്പോസിറ്റ് പ്രക്രിയ ഓർത്തുകൊള്ളുക. ഇത് D വെളിയിലാകുമ്പം ലെസ് ദാൻ, D അകത്താകുമ്പം ഗ്രേറ്റർ ദാൻ. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നുകിൽ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഓർത്ത് വെച്ചോളുക. D is outside the circle, then B + D less than 180. D is inside the circle, then B + D greater than. അപ്പോൾ അകത്താകുമ്പോൾ കൂടുതലും വെളിയിലാകുമ്പോൾ കുറവും. അത് ഓർത്ത് വെച്ചാൽ മതി. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ കൂടുതലാകുമ്പം വെളിയിൽ പോകും. അതിൻ്റെ ഓപ്പോസിറ്റ്, കൂടുതലാകുമ്പം കുറവ്, അകത്താകുമ്പം കൂടുതൽ. അത് ഓർത്ത് വെച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചോളാം. ഓക്കെ.